കലാഭവൻ മണിയുടെ മരണത്തിൽ കൊലപാതക സാധ്യത പോലീസ് പരിശോധിക്കുന്നു. കസ്റ്റഡിയുള്ള 3 സഹായികളെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ചാലക്കുടിയിൽ മണിയുടെ ഔട്ട് ഹൗസായ പാഡിയിൽ നിന്ന് കണ്ടെടുത്ത കുപ്പിയിൽ രാസവസ്തുക്കൾ ഉള്ളതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. എന്നാൽ കീടനാശിനിയാണോ എന്ന് ഉറപ്പിക്കാറായില്ല. കുപ്പികൾ രാസപരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം. മണി വാറ്റുചാരായം കുടിച്ചിട്ടില്ലെന്ന് സുഹൃത്തിൻ്റെ മൊഴിയോടെ അന്വേഷണം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഈ വിഷയമാണ് ന്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, റിട്ടയർഡ് SP അഡ്വക്കേറ്റ് നെടുവേലി ജയകുമാർ, കലാഭവൻ മണിയുടെ സുഹൃത്തും അദ്ദേഹത്തെ ആദ്യം പരിശോധിച്ച ഡോക്ടറുമായ ഡോക്ടർ സുമേഷ്, റിട്ടയർഡ് SP ജോർജ് ജോസഫ്, ഒപ്പം കലാഭവൻ മണിയുടെ ചാലക്കുടിയിലെ സന്നദ്ധ സംഘടനയായ സമന്വയയുടെ വർക്കിംഗ് പ്രസിഡന്റ് വിൻസെന്റ് എന്നിവർ ചർച്ചയിൽ ചേരും. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിൽ ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ ഇപ്പോൾ കലാഭവൻ മണിയുടെ മരണത്തിന് ശേഷമുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കുന്നത്? എന്തായാലും എല്ലാ ചാനലിലെയും ചർച്ചകൾ ഞാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം, സൂയിസൈഡിൽ നിന്നുള്ള ആ ഭാഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കലാഭവൻ മണി ഒരു കാലത്തും സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ നിമ്മി, സഹോദരൻ, സുഹൃത്തുക്കള്, അവസാനം കണ്ട ആളുകള്, സന്തോഷവനായിരിക്കുന്ന കലാഭവൻ മണിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യാതൊരു ദുഃഖവുമില്ല. കാരണം സാമ്പത്തികമുണ്ട്, താഴെക്കടയിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്, ഇഷ്ടം പോലെ പണമുണ്ട്, കൂട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ആത്മഹത്യ എന്നുള്ളത് നമ്മൾ തള്ളിക്കളയേണ്ടി വരും. അതൊന്ന്. പിന്നെ ഇതിനകത്ത് കീടനാശിനി വന്നു ചേർന്നത് എങ്ങനെ? പോലീസിനെ കുഴയ്ക്കുന്ന ഒരു സംഭവമാണത്. ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ സോഴ്സ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അവിടുന്ന് കലാഭവന്റെ മണിയെ ആശുപത്രി കൊണ്ടുപോയ ശേഷം അടുത്ത ദിവസം രാവിലെ അവിടെ വന്ന് 3 ചാക്ക് സാധനങ്ങൾ അവിടുന്ന് വിപിൻ, മുരുകൻ, ആ 3 പേര് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് പോലീസ് എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നെ കലാഭവൻ മണിയുടെ അന്ന് പലരും പറയുന്നുണ്ട് അദ്ദേഹം ബിയർ മാത്രമേ കഴിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ഫുഡ് ഹാബിറ്റ്, അന്ന് കഴിച്ച ഫുഡ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും 3 കുക്ക് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അന്നത്തെ ദിവസം കഴിച്ച ആഹാരങ്ങൾ എന്തൊക്കെ, അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ചേർന്നു, അത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിന്നൊന്ന്, അദ്ദേഹത്തിന്റെ ഹാബിറ്റ് നമ്മൾ നോക്കണം. അദ്ദേഹം ബിയർ മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ ഈ ഒരു സാധനം കീടനാശിനി വന്നു? ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ബ്ലഡിനകത്ത് എത്രമാത്രം അംശം ലിക്കർ ഉണ്ടായിരുന്നു എന്ന് അത് ഇതുവരെ ആരും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അത് തീർച്ചയായിട്ടും പോലീസ് ഇനി അത് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അതിനകത്ത് ആ ലിക്കറിനകത്തല്ലേ ബ്ലഡിനകത്ത് കീടനാശിനിയുടെ അംശം പറയുന്നുണ്ടെങ്കിലും എത്ര ശതമാനം ആൽക്കഹോൾ ബ്ലഡിലുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കഴിച്ച ആഹാരത്തിന്റെ കാര്യം എങ്ങും ആരും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. അതും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ വളരെ അത്യാവശ്യമായിരുന്നു, അദ്ദേഹം ആ ബ്ലഡ് ഒമിറ്റ് ചെയ്ത സമയത്ത് അവിടെ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എവിടെ പോയി, അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആ വസ്ത്രം കുറച്ച് കഥകൾ പറയും. അതിൽ അദ്ദേഹത്തിന്റെ ഒമിറ്റ് ഉണ്ടാവും, ബ്ലഡ് അദ്ദേഹം ശബ്ദിച്ചിട്ടുണ്ട്. അതിനകത്ത് അത് സാമ്പിൾ പരിശോധിച്ചാൽ, ഫോറൻസിക് പരിശോധിച്ചാൽ അദ്ദേഹം ഒമിറ്റ് ചെയ്തതിനകത്ത് എന്ത് സാധനമാണ് ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ വളരെയധികം കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം, ഒറ്റപ്പാലത്ത് ഈ സംഭവത്തിന്റെ തലേദിവസം ഒറ്റപ്പാലത്ത് അദ്ദേഹം ഒരു ഫംഗ്ഷന് പങ്കെടുത്തു. 5 മണിക്കൂറോളം നിന്ന് അദ്ദേഹം പാട്ടുപാടിയെന്നാ പറഞ്ഞത്. അതിനുള്ള എനർജി എങ്ങനെയുണ്ടായി? അദ്ദേഹം എനർജി ടാബ്ലറ്റ് എന്തെങ്കിലും കഴിക്കുമോ? അല്ലെങ്കിൽ അവിടെ വെച്ച് കഴിച്ച ഫുഡ് എന്ത്? ആ ഒറ്റപ്പാലത്ത് വെച്ച് അദ്ദേഹം കഴിച്ച ആഹാരം എന്ത്? ഇതൊക്കെ നമ്മൾ ഇനിയും വിലയിരുത്തേണ്ടിയിരിക്കുന്നു. വളരെ വിപുലമായ നെറ്റ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു, ഈ സിനിമ കുറഞ്ഞ ശേഷം ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ 2-3 ലക്ഷം രൂപ അദ്ദേഹം കൊണ്ടുവരും. അത് അവിടുന്ന് അടിച്ചു മാറ്റുന്ന ഒരു സ്വഭാവം, അതേപ്പറ്റി തർക്കമുണ്ട്. അപ്പൊ അവിടെ കൂടിയിരിക്കുന്ന കള്ളുകുടിയന്മാർ എല്ലാവർക്കും മണിയുടെ പണത്തിനെയാണ് നോട്ടം, മണി എന്ന കലാകാരനെയല്ല നോട്ടം. അവിടുന്ന് ഉറഞ്ഞു വരുന്ന പണമാണ് അവർക്ക് നോട്ടം.
മണി ബിനാമിയിലെ 200 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ് 2-3 പ്രൊഡ്യൂസർമാർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ശരിയായിരിക്കാം. അദ്ദേഹം ഒത്തിരി സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ആൾക്കാരെ അതുപോലെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബിനാമിയിൽ അത് പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് നോക്കണം. അദ്ദേഹത്തിന്റെ സ്വത്തുക്കളും നോക്കണം. ബിനാമിയായിട്ട് സ്വത്ത് ആരുടെയൊക്കെ പേരിൽ അത് എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. ഞാൻ തിരിച്ചെത്താം. ശ്രീ ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് നെടുവേലി ജയകുമാർ, താങ്കളും ഒരു SP ആയി റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. ഇത്തരത്തിലുള്ള കേസുകൾ താങ്കളും അന്വേഷിച്ചിട്ടുണ്ട്. കീടനാശിനി തന്നെ അകത്ത് പോയുള്ള കേസുകൾ തന്നെ താങ്കൾ അന്വേഷിച്ചിട്ടുണ്ട്. ഈ കേസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ അന്വേഷണം ഇപ്പോൾ ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായിരിക്കുന്നു, ഇവിടെ 10 ദിവസത്തോളം ആയിട്ടുണ്ട് ഇതിൻ്റെ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ വന്നതിന് ശേഷം. എന്തൊക്കെ പിഴവുകൾ ഈ അന്വേഷണത്തിൽ താങ്കൾക്ക് ഇതുവരെ കാണാൻ സാധിക്കുന്നുണ്ട്? ഞാൻ നിരീക്ഷിച്ചതിൽ ഇതിൽ ചെറിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അന്വേഷണ ഏജൻസിക്ക്. കാരണം ഈ സംഭവം നടന്നപ്പോൾ തന്നെ മീഥൈൽ ആൽക്കഹോളിൻ്റെ അംശമുണ്ട് എന്ന് ഉടൻ തന്നെ അത് പറഞ്ഞിരുന്നു. ആ സമയം തന്നെ ഇത്രയും വലിയ ഒരു മഹാനുഭാവൻ്റെ കേസായതുകൊണ്ട് ഈ വിസറ പരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ കാക്കനാടുള്ള ലാബിൽ പ്രത്യേക അപേക്ഷ കൊടുത്ത് അതിലെത്രമാത്രം ഉണ്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ റിപ്പോർട്ട് കിട്ടുമായിരുന്നു. ആ റിപ്പോർട്ട് ഒരു ദിവസം കൊണ്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് ആ സീൻ ഓഫ് ക്രൈം, ഈ പാഡി, അവിടെ സെർച്ച് ചെയ്തിരുന്നെങ്കിൽ പല തെളിവുകളും അപ്പം തന്നെ കിട്ടുമായിരുന്നു. അതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം വാരിക്കൊണ്ട് പോയി, ഗൾഫിൽ പോയി. അതൊന്നുമില്ലാതെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, തെളിവ് എടുക്കാമായിരുന്നു. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി, പെട്ടെന്ന് ചെയ്തില്ല. അത് ലാബുകളിൽ വർഷങ്ങളെടുക്കും. പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു ദിവസം കൊണ്ട് തന്നെ കാക്കനാട് ചെയ്യാൻ സാധിക്കും. ശ്രീ ജയകുമാർ, അതിനൊരു കാരണം വേണമെങ്കിൽ കലാഭവൻ മണിയാണ്. അദ്ദേഹം ഒരു താരമാണ്. അദ്ദേഹത്തെ ആരാണ് അപായപ്പെടുത്താൻ? അദ്ദേഹം ഒരു അല്പം കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കലാകാരനാണല്ലോ. കരൾ രോഗമുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ഒരു ലാഘവ ബുദ്ധിയോടുകൂടി അവിടെ അങ്ങ് ക്ലോസ് ചെയ്തോ? അത് കലാകാരനായാലും ആരായാലും ഒരു മരണം സംഭവിക്കുമ്പോൾ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന വിഷവസ്തു ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് ലാഘവത്തോടെ എടുക്കാൻ പാടില്ല. മറ്റ് പോലീസിന് അങ്ങനെ പ്രത്യേകതയില്ല. വലിയ ആളൊന്നോ ചെറിയ ആളൊന്നോ ഇല്ല. ഒരു മനുഷ്യൻ്റെ മരണത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചാടി ഉടൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ പലതും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴൊക്കെയാണ് പരിശോധിക്കാൻ പോകുന്നത്. പ്രതികളായി പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എസ്കേപ്പ് ചെയ്തതിന് ശേഷം. കീടനാശിനി അകത്ത് ചെന്ന് മരണപ്പെടുന്ന അവസ്ഥകൾ മുൻപും താങ്കളുടെ അന്വേഷണ പരിധിയിലും കണ്ടിട്ടുണ്ടാകും. ആ അനുഭവത്തിൽ എന്താണ് ഇവിടെ താങ്കൾക്ക് സമാനമായോ അല്ലെങ്കിൽ വ്യത്യസ്തമായോ കാണുന്ന കാഴ്ച? ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് നടത്തിയ ഒരു ക്രൈംബ്രാഞ്ചിലെ DYSP ആയിരുന്നപ്പോൾ ഒരു കേസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവിടെ നടത്തിയ ഒരു കേസിൽ ഒരു ബൈക്കിൽ യാത്ര ചെയ്ത ഒരു മദ്യപാനി രാവിലെ മുഴുവനും കുടിച്ചു, വൈകുന്നേരം വരെ കുടിച്ചു. അതിനുശേഷം അരമണിക്കൂർ ഉറങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഉണർന്നെഴുന്നേറ്റ് പിന്നെയും മദ്യപിച്ചുകൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്ത മനുഷ്യൻ പെട്ടെന്ന് തളർന്നു വീണ് മരിച്ചു. അപ്പോൾ അയാൾ എങ്ങനെയാണ് മരിച്ചതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വിഷദ്രാവകം ഉള്ളിൽ പോയിട്ടാണ് മരിച്ചിരിക്കുന്നത്. ട്രൈസോഫോസ് എന്നാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു. ട്രൈസോഫോസ് ഹോസ്റ്റോത്തിയൻ എന്ന് പറയുന്ന വിഷം. ഇത് ഇൻസെക്ടിസൈഡിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്, വിഷവസ്തുവാണ്. പക്ഷേ അതിൻ്റെ അളവ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് നമ്മുടെ തിരുവനന്തപുരത്തെ ലാബിൽ, കേരളത്തിലെ ലാബിൽ അതിന് കൺഫർമേറ്ററി ടെസ്റ്റ് ഇല്ല. അതിൻ്റെ പ്രസൻസ് മാത്രമേ ഉള്ളൂ. അത് അന്വേഷിച്ചെടുക്കണമെങ്കിൽ മാസങ്ങളോളം പിന്നെ കൊടുത്ത് ലാബിൽ, സെൻട്രൽ ലാബിൽ കൊടുക്കും. അത് ശരിയായ നടപടിയല്ല. നമ്മുടെ ഗവൺമെൻറ്റുകൾ ഈ ലാബുകളെ അങ്ങ് അവഗണിച്ചിട്ടിരിക്കുകയാണ്. അവിടെ ശരിയായ ടെസ്റ്റ് നടത്താൻ പോലും ഉള്ള സൗകര്യമില്ല. ക്രോമറ്റോഗ്രാഫി ടെസ്റ്റ് നടത്തണമായിരുന്നു, സ്പെക്ട്രോഗ്രാഫി ടെസ്റ്റ് നടത്തണം. അതിവിടെ ഇന്നും ലഭ്യമല്ല എന്നാണ് പറയുന്നത്. ഈ കേസിലും അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ, ഈ കേസിൽ വന്നിരിക്കുന്ന പോയിസൺ അതല്ല, മറ്റൊരു പോയിസൺ ആണെന്നാണ് പറയുന്നത്. ആ പോയിസൻ്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ചില വ്യക്തികൾക്ക് ശരീരം പല അവയവങ്ങൾക്ക് വീക്കായി കഴിഞ്ഞാൽ അവർക്ക് ചെറിയ രീതിയിൽ ഉള്ള വിഷം, എക്സാമ്പിൾ ഈ പറഞ്ഞ മീഥൈൽ ആൽക്കഹോളിൻ്റെ ചെറിയ അംശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മരണകാരണമാകുമെന്ന് ഞാൻ പല ഡോക്ടർമാരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധരായ ഡോക്ടർമാരെ ഹൈദരാബാദിൽ വരെ പോയി കണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, താങ്കൾ
ഒരു ക്രിമിനോളജിസ്റ്റാണ്. ഇതിനകത്തുള്ള കുറ്റകരമായ വശം എങ്ങനെ എന്നുള്ളത് താങ്കൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ ജോർജ് ജോസഫ് തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ആദ്യമേ അദ്ദേഹം പറഞ്ഞത് സൂയിസൈഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് എന്ന് കാണേണ്ടതില്ല, ആ ഭാഗം അടഞ്ഞു കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മറ്റൊരു സാധ്യതയുള്ളത് കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സാധ്യതകളാണ് അതിനുള്ളത്? ഇതിനകത്ത് എനിക്ക് 3 മേഖലയിൽ കൂടി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഈ ചർച്ചയുടെ ഇടയിൽ തന്നാൽ മതി സമയം. അതായത് അതിന് ഒരു ക്രിമിനോളജിക്കൽ ആംഗിളുണ്ട്, ഒരു പോലീസ് സയൻസ് ആംഗിളുണ്ട്, ഒരു ഫോറൻസിക് സയൻസ് ആംഗിളുണ്ട്. ഇപ്പം ഞാൻ ഈ മിസ്റ്റർ ജോർജ് ജോസഫിൻ്റെയും മിസ്റ്റർ ജയകുമാറിൻ്റെയും ഒക്കെ ചർച്ച കേട്ടപ്പോഴേ കീടനാശിനി എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ട് ഇതിനകത്ത്. എങ്ങനെ കീടനാശിനി ഈ മദ്യത്തിൽ വന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു വൈറ്റൽ പോയിൻ്റായിട്ട് മാറിയിരിക്കുകയാണെന്നും പോലീസ് അത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നു എന്നൊക്കെ ഇപ്പോൾ മിസ്റ്റർ ജോർജ് ജോസഫൊക്കെ പറയുകയുണ്ടായി. എൻ്റെ ഒരു നിഗമനം പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഈ കുറ്റകൃത്യ ശാസ്ത്രത്തിൽ, ക്രിമിനോളജിയിൽ, ഞങ്ങളുടെ ഈ ആൽക്കഹോളിസം അഥവാ മദ്യാസക്തിയെ ഞങ്ങൾ 4 സ്റ്റേജായിട്ട് കണക്കാക്കുന്നുണ്ട്. അത് 3ാമത്തെ സ്റ്റേജിനെ ഞാൻ 2ാമത്തെ സ്റ്റേജ് സ്കിപ്പ് ചെയ്യുകയാണ്. 1-2 സ്റ്റേജ് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റേജ് വന്നാൽ അതിന് നമ്മൾ പറഞ്ഞ ക്രൂഷ്യൽ ഫേസ് എന്നാണ് പറയണത്. ഈ ക്രൂഷ്യൽ ഫേസ് വരുമ്പോൾ, അതായത് മദ്യം കഴിച്ച് ഒരാൾ ഒരു ലെവൽ വിട്ട് ഒരു ക്രൂഷ്യൽ ഫേസിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇയാൾ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആകും. ഈ മണിയുടെ കാര്യത്തിൽ അധികം അമൃത ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയി എന്നുള്ള കാരണം കൊണ്ട്, അതായത് ഈ ലിവറിൻ്റെ പ്രോബ്ലമൊക്കെ ആയിട്ട് മദ്യത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അഡ്മിറ്റഡ് ആയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ പ്രിസ്യൂം ചെയ്തത് അദ്ദേഹം ഈ പറഞ്ഞതായ സ്റ്റേജ്, ക്രൂഷ്യൽ സ്റ്റേജ് കഴിഞ്ഞു. അടുത്താണ് ക്രോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ പ്രൊലോങ്ഡ് ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം. അതായത് അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഒരു പ്രത്യേകതയുള്ളത്, ഇവർക്ക് സാധാരണ മദ്യം ഇവർക്ക് ഇഫക്റ്റ് കിട്ടില്ല. ഇഫക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഈ വീര്യം കൂടാനായിട്ട് ഈ 4th സ്റ്റേജിലുള്ള ആളുകൾ ഈ വീര്യം കിട്ടാനായിട്ട് കൺട്രി മെയ്ഡ് ലിക്കർ, അതായത് വാറ്റ് ചാരായം ഇവരുണ്ടാക്കുക എന്നുള്ളത് ഈ ഗവേഷണങ്ങളിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വീര്യം കൂടുന്നതായ ഈ തരത്തിലുള്ളതായ മദ്യത്തെയാണ് നമ്മൾ പലതരം കൊട്ടുവടി അല്ലെങ്കിൽ മിശിഹ ഇങ്ങനെയൊക്കെയുള്ള ഓരോ പേരിൽ നമ്മൾ ഈ ലോക്കലായിട്ട് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നണത് ഈ വീട്ടിൽ തന്നെ വ്യാജമദ്യം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതിന് പല ആളുകളും അത് പറയുന്നുണ്ട്. പോലീസും അതെനിക്ക് തോന്നുന്നത് അത് കൺഫേം ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം. ആ വ്യാജമദ്യം ഉണ്ടാക്കുന്നതിൽ തീർച്ചയായിട്ടും വീര്യം കൂടാനായിട്ട് ഇതുപോലെയുള്ള കീടനാശിനികൾ, അട്ട, നവസാരം, അതുപോലെ തേള്, ഇതൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. എനിക്ക് തോന്നണത് ഇവിടെ കഴിച്ചതായ മദ്യത്തിൽ വീര്യം കൂടാനായിട്ട് ചേർത്തതാകാനാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് മണിക്ക് മാത്രം എങ്ങനെ അത് മറ്റുള്ളവരെ നമ്മൾ പരിശോധിച്ചിട്ടില്ല. അതായത് മണിയെ സംബന്ധിച്ചോളം ഒരു രോഗിയായ, അതായത് ട്രീറ്റ്മെൻറ്റ് പ്രൊലോങ്ഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതായ ഒരു രോഗിക്ക് തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. പക്ഷെ അത് തെളിയിക്കണമെങ്കിൽ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഈ അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും മദ്യം ഉപയോഗിച്ചു എന്ന് സംശയമുള്ള എല്ലാ ആളുകളെയും പരിശോധിക്കുക തന്നെ വേണ്ടേ? ആ സ്റ്റേജ് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആരുടെ കുറ്റമാണ് അങ്ങനെ? അത് ഈ ഇൻവെസ്റ്റിഗേഷനിൽ വന്ന ഒരു തകരാറായിട്ട് ഞാൻ കണക്കാക്കിയിട്ടും അതിനെ ശ്രീ ജയകുമാറിന്റെയും ശ്രീ ജോർജ് ജോസഫിന്റെ നേരെയാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സ്റ്റേജിൽ ഇവർ ഏത് തരം മദ്യം കഴിക്കും. അത് ബിയറും കഴിക്കും, അതിന് മുകളിലുള്ളതായ ഈ വാറ്റുമൊക്കെ കഴിക്കും. ഈ സ്റ്റേജിൽ, അതായത് ഞാൻ ഗവേഷണങ്ങളാണ് പറയണത്, ഈ സ്റ്റേജിൽ പിന്നെ ഒരു സ്റ്റാറ്റസും ഇല്ലാതെ ഏത് ലെവലിലുള്ള ആളുകളുമായിട്ട് ഇത് കുടിക്കും. ഇവിടെ തന്നെ 10-30 പേര് 40 പേരൊക്കെ കുടിച്ചുകൊണ്ടിരുന്നതല്ലേ പറയണേ. പക്ഷെ അതിനകത്ത് മണി കൂടെ കുടിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരാളും പറയുന്നില്ല. ഞാൻ ഗവേഷണങ്ങൾ പറയുകയാണ്. 4th സ്റ്റേജിലായിട്ടുള്ളതായ തെളിയിക്കപ്പെടാനായിട്ട് നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകേണ്ടതായിട്ട് ഇരിക്കുന്നു. ആ ലെവലിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ പോകുന്നുണ്ടോ? എവിടെയാണ് പ്രശ്നം? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഡോക്ടർ സുമേഷ്, താങ്കൾ ശ്രീ മണിയുടെ സുഹൃത്ത്, അദ്ദേഹത്തെ അന്ന് രാവിലെ പരിശോധിച്ച ഡോക്ടറാണ്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനു മുമ്പ് ഒരു സെഡേറ്റീവ് കൊടുക്കുകയും ചെയ്തു. ആ സെഡേറ്റീവ് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ തർക്ക വിഷയമായിട്ടുള്ളതാണ്. അതും താങ്കൾ പരാമർശിക്കുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയേണ്ടത്, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, മണി സ്വയം
ഇങ്ങനെ ഒരു വിഷം കഴിക്കില്ല, അതിനുള്ള സാധ്യതയില്ല എന്ന് ശ്രീ ജോർജ് ജോസഫിനെ പോലുള്ളവർ കണ്ടെത്തുന്ന സാഹചര്യങ്ങൾ, എന്നാൽ മറ്റുള്ളവർ അപായപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി എത്തുന്നത് ഈ മദ്യത്തിൻ്റെ തന്നെ അമിതമായ ഒരു അവസ്ഥയിൽ ഈ വിഷാംശം അകത്തേക്ക് പോയിട്ടുണ്ടാകാം, മദ്യം കഴിച്ചു തന്നെ ആകാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞതിൽ നിന്ന് മണിയെ നിർബന്ധിച്ചാർക്കും കുടിപ്പിക്കാൻ പറ്റില്ല, മണിയെ അപായപ്പെടുത്താനും അങ്ങനെ ആർക്കും പറ്റില്ല, അദ്ദേഹം ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല, എന്തുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് എന്നാണ് അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറയൂ ഡോക്ടർ സുമേഷ്, എന്തായിരിക്കാം മണി അറിയാതെ മണിയുടെ ശരീരത്തിനകത്തേക്ക് ഈ വിഷാംശം പോകുമോ? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. കാരണം ഞാനൊരു ഉദ്ദേശം ഏകദേശം ഒരു 11 മണിയോട് കൂടിയിട്ടാണ് ഈ പാടിയിലെത്തുന്നത്. പാടിയിലെത്താൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാഭവനിയുടെ മാനേജർ ജോബി എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് തന്നെ പാടിയിലെത്തണം, കുറച്ച് ഗൗരവമുള്ള പ്രശ്നങ്ങൾ, കലാഭവനിയുടെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് ഗൗരവമുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ എത്തിയപ്പോൾ കണ്ട കാഴ്ച, ഈ കലാഭവമണിക്ക് ആൽക്കഹോൾ വിഡ്രോൾ സിംറ്റംസ് എന്ന് പറയുന്ന അതിൻ്റെ ചില ലക്ഷണങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് ഈ പറയുന്ന കൈവറയൽ, സ്വെറ്റിങ്, ശ്വാസോച്ഛ്വാസം ഉണ്ടെന്ന വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ വിഭ്രാന്തി, ഒരു സ്ഥലത്ത് മടങ്ങി ഒങ്ങിയിരിക്കാൻ പറ്റാതെ വിഭ്രാന്തി മുതലായ പ്രശ്നങ്ങൾ അദ്ദേഹം കാണിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ ഡോക്ടർ, അതായത് വിഷം കഴിക്കുന്ന ഒരാൾക്കും വിഷം ഉള്ളിൽ ചെല്ലുന്ന ഒരാൾക്കും ഇത്തരം സിംറ്റംസ് ഉണ്ടായിക്കൂടെ? അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് വ്യത്യാസമാകുന്നത്? ഞാൻ അതിലേക്ക് എത്താണ്, ആ പോയിന്റിലേക്ക് എത്താണ്. ഈ 2015 ഒരു മെയ് മാസത്തിൽ കലാഭവമണിക്ക് ഇതുപോലത്തെ ഒരു മാനസിക വിഭ്രാന്തി ഒരു തവണ ഉണ്ടായിട്ടുണ്ട്. മാനസിക വിഭ്രാന്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സമയത്ത് സ്ഥിരം മദ്യപിച്ചപ്പോൾ 1-2 ദിവസം മദ്യപിക്കേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അക്രമാസക്തനാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വീട്ടിൽ വെച്ച് തന്നെയാണ് അക്രമാസക്തനായത്. അദ്ദേഹത്തെ കുറെ ആൾക്കാർ ഉപദ്രവിക്കാൻ വരുന്നതായിട്ടും വീടിൻ്റെ ഉള്ളിൽ ആരൊക്കെ കയറിയിരിക്കുന്നതായിട്ടും പറഞ്ഞിട്ട് എന്നെ ജോബി വിളിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തെ ബലം പിടിച്ചാണ് അദ്ദേഹത്തെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആ സമയത്ത് അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്ന മാവോയിസ്റ്റ് തീവ്രവാദികളോ ആരോ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയിരിക്കുകയാണെന്നും എൻ്റെ ഒരു സുഹൃത്തായ ഒരു സുഭാഷ് അഥവാ രാമു എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ആ സമയത്ത് അവിടെ എത്തുകയും രാമുവിനെ കണ്ടപ്പോൾ കലാഭവൻ മണി വളരെ പെട്ടെന്ന് നീ എൻ്റെ കൂടെ വരണം, എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സഹായത്തിനായിട്ട് വിളിക്കുകയും ആ സമയത്ത് മറ്റുള്ള സുഹൃത്തുക്കൾ എത്തുകയും അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് ഉണ്ടായത്. ഈ സമയത്ത് തന്നെ ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന്റെ വേറൊരു സുഹൃത്ത് കലാഭവൻ ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ആക്സിഡന്റ് പറ്റി അമൃത ഹോസ്പിറ്റലാണ് കിടക്കണമെന്നും അതുകൊണ്ട് അവിടം വരെ പോകണമെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് അദ്ദേഹത്തെ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം അദ്ദേഹത്തോട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജിന്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിട്ടും മദ്യം ഒഴിവാക്കണമെന്ന് അദ്ദേഹത്തിന് ഡോക്ടർ ഇസ്മയിൽ നിർദ്ദേശം കൊടുത്തിരുന്നു. അത് അദ്ദേഹം സ്വീകരിച്ചിരുന്നല്ലേ. ഏകദേശം 1-2 മാസം മാത്രമാണ് അദ്ദേഹം മദ്യത്തിൽ നിന്ന് വിട്ടുന്നത്. ഞാൻ തിരിച്ചു വരികയാണ്. ഈ ദിവസം ഏകദേശം ഒരു വിഭ്രാന്തി, ഒരു വിഡ്രോൾ സിംറ്റംസ് മുതലായ ലക്ഷണങ്ങൾ അദ്ദേഹം കാണിച്ചിരുന്നു. ഒരിക്കൽ ഏതെങ്കിലും മദ്യത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തി മുൻകാലങ്ങളിൽ വിഡ്രോൾ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, രണ്ടാമത് വിഡ്രോൾ സിംറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് മുമ്പുണ്ടായതിനേക്കാളും ഗുരുതരമാകുവാനും ആ സമയത്ത് അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ആൽക്കഹോൾ വിഡ്രോൾ സിംറ്റംസ് മാനേജ് ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ മാനേജിങ് ആൽക്കഹോൾ വിഡ്രോൾ സിംറ്റംസ് ബെൻസോഡായസിപ്പിൻ. ആ ബെൻസോഡായസിപ്പിൻ എന്നുള്ള മരുന്നാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത്. അതൊരു സെഡേറ്റീവ് അല്ല, അദ്ദേഹത്തിന്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെഡിസിൻ ആണ്. കാരണം അൺട്രീറ്റഡ് വിഡ്രോൾ സിംറ്റംസ്, ഡെലീറിയം മുതലുള്ള അൺട്രീറ്റഡ് വിഡ്രോൾ സിംറ്റംസിന് ഡോക്ടർ സുമേഷ്, ഒരുപക്ഷെ അങ്ങ് പറഞ്ഞ ഒരു മാനസികാവസ്ഥയിൽ മുൻപ് കണ്ട മണി വീണ്ടും അത്തരമൊരു അവസ്ഥയിലേക്ക് വീണ്ടും എത്തിയതിന് ശേഷം താങ്കൾക്ക് വീണ്ടും കഴിഞ്ഞ ആ ദിവസം അങ്ങനെ മണിയെ കാണാൻ സാധിക്കുന്നു. ആ മണിയെ താങ്കൾക്ക് ശാന്തനാക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു. അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞ സെഡേറ്റീവ് കൊടുത്തു എന്നാണ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ പറഞ്ഞ വിഷവസ്തു, കീടനാശിനി, അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും അകത്തേക്ക് കടന്നിട്ടുണ്ടാകുക?
ആ ഒരു സംശയം ആ സമയത്ത് ഒരു കാരണവശാലും എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നില്ല. കാരണം അദ്ദേഹം വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന വസ്തുവിന് ഭയങ്കരമായിട്ട് ഒഫൻസീവ് സ്മെല്ലാണ് അതിനുള്ളത്. ആ സമയത്ത് എനിക്കൊരു അബ്നോർമൽ സ്മെല്ലൊന്നും എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സംശയിക്കുന്നത് ഈ വിഷവസ്തു അന്നായിരിക്കില്ല, ആ ദിവസമായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചെന്നിരിക്കുന്നത്, 1-2 ദിവസം മുമ്പായിരിക്കാം ചെന്നിരിക്കുന്നത്. പല ലിറ്ററേച്ചറിലും പറയുന്നത് ഈ ക്ലോർപൈരിഫോസ് എന്ന് പറഞ്ഞ മെഡിസിൻ മോഡറേറ്റ്ലി ലീതൽ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ സിവിയർലി ലീതൽ അല്ല, മോഡറേറ്റ്ലി ലീതൽ. ബിയോണ്ട് സർട്ടൻ ഒരു റേഞ്ചിൽ ഒരു ബോഡിയിലുള്ളൊരു നമ്മുടെ ശരീരത്തിൽ ഈ പോയ്സന്റെ അളവ് ഒരു സർട്ടൻ ലിമിറ്റിനേക്കാളും കൂടുതലാവുകയാണെങ്കിലാണ് ഇത് മരണം സംഭവിപ്പിക്കുന്നത്. പക്ഷേ ലിറ്ററേച്ചറിൽ പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ശാസ്ത്രീയമായുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലോർപൈരിഫോസ്ഫൈഡ് എന്ന് പറഞ്ഞ ഈ വസ്തുവിന് അതിന്റെ പാരന്റ് മോളിക്യൂളിന് ലീതലല്ല, അത് ലെസ് ടോക്സിക് ആണ്. ശരീരത്തിൽ എത്തിയതിനു ശേഷം ലിവർ തന്നെ ഇതിനെ വേറൊരു മോളിക്യൂളാക്കി മാറ്റും. ലിവറിലുള്ള ചില എൻസൈം സൈറ്റോക്രോം P450 എൻസൈംസ് ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് അതിനെ ടോക്സിക് വസ്തുവാക്കിയിട്ട് മാറ്റും. ഈ ടോക്സിക് വസ്തുവിനെ വീണ്ടും നിർവീര്യമാക്കുന്നത് ലിവറിലെ വേറെ ചില എൻസൈംസ് ആണ്. ഈ കലാഭവൻമണി എന്ന വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലിവറിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സിറോസിസ് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിരുന്നു അന്ന് സംഭവിച്ചത്. ഹെമറ്റമിസിസ് എന്നൊരു കണ്ടീഷൻ, ചോര ഛർദ്ദിക്കുന്ന അവസ്ഥ. അദ്ദേഹത്തിൻ്റെ ലിവർ ഫങ്ഷൻസ് അതിന് മുമ്പ് ഏകദേശം ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നല്ല അബ്നോർമലായിരുന്നു. ബിലിറുബിൻ കൂടുതലായിരുന്നു, SGO SGPT ഹൈ ആയിരുന്നു. അങ്ങനെ ലിവർ ഫങ്ഷൻസ് അബ്നോർമലായിട്ടുള്ള വ്യക്തിക്ക് ശരീരത്തിലേക്ക് കടക്കുന്ന ഏത് ടോക്സിൻസിനെയും നിർവീര്യമാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അതുകൊണ്ട് ശ്രീ വിൻസെന്റ്, കലാഭവൻ മണിയുടെ സുഹൃത്തും നാട്ടുകാരനും കലാഭവൻ മണി തന്നെ മുൻകൈയെടുത്ത് രൂപീകരിച്ച സമന്വയ എന്ന സംഘടനയുടെ അധ്യക്ഷൻ കൂടിയാണ് ഇപ്പോൾ ശ്രീ വിൻസെന്റ്, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത്തരം വാർത്തകളെ സ്വീകരിക്കുന്നത്? കലാഭവൻ മണി ഈ പറഞ്ഞ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അസുഖം മൂലവും മറ്റ് ശീലങ്ങൾ മൂലവും ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടു എന്ന നിഗമനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വിഷവസ്തു പോലും ഇങ്ങനെയുള്ള ചില ശീലങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വളരെ വേദനയോടുകൂടിയാണ് ഈ വാർത്തകളൊക്കെ കേൾക്കേണ്ടി വന്നത്. കാരണം ചാലക്കുടിയിലെ ഒരു മനുഷ്യ സ്നേഹിയാണ് കലാഭവൻ മണി. വേദനിക്കുന്നവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവൻ്റെ കണ്ണീരൊപ്പുന്ന ഒരു മനുഷ്യ സ്നേഹി. ചാലക്കുടിയിലെ ഓരോ മണ്ണും മണിയുടെ പാദസ്പർശമേറ്റ ഓരോ വ്യക്തിയും മണിയുടെ സ്വാന്തനമേറ്റിട്ടുള്ളവരാണ്. ഇവിടെ മതമൈത്രി നിലനിർത്തുവാൻ ചാലക്കുടിയിൽ ഇത്രയേറെ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിത്വം വേറെയില്ല. പനമള്ളി രാഘവൻ മേനോൻ കഴിഞ്ഞാൽ ചാലക്കുടിയുടെ പെരുമ ലോകമെങ്ങും കൊട്ടിഘോഷിക്കുവാൻ മുഴക്കുവാൻ ആകെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ മണിയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, 4 വർഷം മുൻപ് ഇതേ സീറ്റിലിരുന്നു കൊണ്ടാണ് സമന്വയ എന്ന കലാ സാംസ്കാരിക വേദിക്ക് മണി രൂപം കൊടുത്തത്. മണിയായിരുന്നു മരിക്കുന്നവരെയും ആ സമന്വയയുടെ പ്രസിഡന്റ്. മണിക്ക് തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾ 13 പേരടങ്ങുന്ന കലാ സാംസ്കാരിക വേദിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് എന്നെ ചുമതലപ്പെടുത്തി. ഞാൻ ഓർക്കുകയാണ്, 2012 ജനുവരി മാസം 10-ാം തീയതി ചാലക്കുടിയുടെ കോൾമയിൽ കൊള്ളിച്ചുകൊണ്ട് പീലിക്കുട എന്നൊരു പരിപാടി നടത്തി. അന്ന് സലീം കുമാറിന് അവാർഡ് കിട്ടിയതിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വീകരണമായിട്ടാണ് നടത്തിയത്. അന്നാണ് മണിയുടെ പെരുമ ചാലക്കുടി ജനം മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മണി എന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു ദാരുണ മരണം സംഭവിച്ചത് എന്നോർക്കുമ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് സമന്വയയുടെ 13 അംഗങ്ങളിൽ 12 പേരും വേദനയോടെയാണ് ഈ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചർച്ചകൾ കാണുകയും കേൾക്കുകയും. ശ്രീ വിൻസെന്റ്, ഈ ഘട്ടത്തിൽ ഞാനൊന്ന് ഇടപെടുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ ഒക്കെ വരുന്ന ചർച്ച, അവിടെ നിങ്ങളൊക്കെ ഒത്തുകൂടുന്ന ആ പാടിയിലൊക്കെ മണിയും സുഹൃത്തുക്കളും ഒക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില ആഘോഷങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ മണിയുടെ ഇത്തരത്തിലുള്ള ഒരു അന്ത്യത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. അവിടെ ആരെങ്കിലും മനഃപൂർവ്വം മണിയെ അപായപ്പെടുത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത്തരം ശീലങ്ങളിലൂടെ മണിക്ക് ഈ മദ്യസൽക്കാരത്തിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി അസുഖം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് വീണ്ടും അത് ഉപയോഗിക്കേണ്ടി വന്നു, ചിലപ്പോൾ ഇങ്ങനെ അന്ത്യം സംഭവിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെയാണ് ഇവിടെ പലതരത്തിലുള്ള നിഗമനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. വളരെ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇവിടെ പാടിയിൽ നടക്കുന്നുണ്ട്. ഇങ്ങനൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പാടിയിൽ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ.
പാടിയിൽ എന്തൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ ഏതെല്ലാം നടക്കുന്നു എന്നും എനിക്കറിയില്ല. ഞാനതിൽ ബന്ധപ്പെടാറില്ല. മണിയെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയി സമീപിക്കുന്നു, ഞങ്ങളുടെ സംഘടനയുമായിട്ട് സമീപിക്കുന്നു, ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സമീപിക്കുന്നു എന്നല്ലാതെ പാടിയിലെ സംഭവമായിട്ട് എനിക്ക് യാതൊരു അറിവുമില്ല. ഞങ്ങളതിൽ പോകാറില്ല. ഇങ്ങനെയൊരു സംഗതിയിൽ ഉണ്ടെന്ന് കേൾക്കുന്നത് ഞാൻ പീസ് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ ജനറൽ ബോഡി കൂടിയിരിക്കുമ്പോൾ ടി വിയിലൂടെയാണ് മണിയുടെ മരണവാർത്ത അറിഞ്ഞത്. അപ്പോൾ തന്നെ ആ മീറ്റിംഗ് നിർത്തിവെച്ച് ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുകയും ആ മീറ്റിംഗ് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. പ്രിയ ശ്രോതാക്കളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സംഗതി എങ്ങനെയാണെന്ന് ഇപ്പോൾ ഇവിടെ ഇത്രയും ദിവസം ഇന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ടി വിയിലൂടെ ഇതിൻ്റെ അന്വേഷണ ചുമതല SP ഉണ്ണിരാജയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ചാലക്കുടിയുടെ മുഴുവൻ വികാരങ്ങൾ അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറായിരുന്നു ശ്രീ സുദർശൻ. അദ്ദേഹത്തിൻ്റെ ആ മേൽനോട്ടത്തിൽ ശരിയായ രീതിയിൽ തീർച്ചയായിട്ടും ഈ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വം, ഇതിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്രമപരമായ നടപടികളിലൂടെ ഈ ലോകം അറിയണം, ഈ മലയാള ജനത അറിയണം. ഈ ചാലക്കുടിയുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതിനെ വ്യാപിപ്പിച്ച ചാലക്കുടിയിലെ മലയാളികളായ മുഴുവൻ വ്യക്തികളും ലോകത്തിരുന്നു കൊണ്ട് ഇത് വീക്ഷിക്കുകയാണ്. ഈ മണിയുടെ ദാരുണ മരണത്തിന് എന്താണ് സംഭവിച്ചത്, ആരാണ് ഉത്തരവാദി, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നെല്ലാം പലരും പലതും പറഞ്ഞു തീർക്കുന്നുണ്ട്. മണിയുടെ ജീവിതം വളരെ ശാന്തമായ ജീവിതമാണ്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരാൾക്കൊരു അപകടം സംഭവിക്കുമ്പോൾ, ഒരു മരിച്ചു കഴിയുമ്പോൾ എന്തായാലും അതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ് എന്നിരിക്കെ തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ഡോക്ടർ രാമൻകുട്ടി കൂടി ചേർന്നിട്ടുണ്ട്, ഫോറൻസിക് വിദഗ്ധൻ. ഡോക്ടർ രാമൻകുട്ടി, ഇപ്പോൾ ഇവിടെ വന്ന ചില നിരീക്ഷണങ്ങൾ ഇത് ആത്മഹത്യ ആകാൻ സാധ്യതയില്ല, ഇതിന് ആരെങ്കിലും അപായപ്പെടുത്തിയതാകാം എന്നുള്ള ഒരു വശം ഉണ്ട്. അതേസമയം ഈ രോഗം മൂലം തന്നെയാണ് ഇത് ഇപ്പോൾ മദ്യവും കൂടി കഴിച്ചപ്പോൾ വീണ്ടും ഇത് വർദ്ധിച്ചിട്ടുണ്ടാകാം, അത് ഇത്തരമൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടാകാം എന്ന്. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫോറൻസിക് വിദഗ്ധരും മനസ്സിലാക്കുന്നത്?